ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ അതായത് സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്. 29ാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ധനകാര്യ കമ്മീഷനാണ്, അതായത് ഫിനാൻസ് കമ്മീഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷൻ അതായത് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഹോട്ട് ടോപ്പിക്സ് വീഡിയോയിൽ ചെയ്യുന്നത്. ഇത് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇത്തരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചെയ്യണമെന്നുണ്ട് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട്. ഒപ്പം തന്നെ മറ്റു പല ചോദ്യങ്ങളും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മറ്റു പല ചോദ്യങ്ങളും ഇതേപോലെ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. നിങ്ങൾക്കിത് ഉപകാരപ്രദമാണ് തീർച്ചയായിട്ടും അത് കമൻ്റായിട്ടും ലൈക്കായിട്ടും ഒക്കെ അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിൻ്റെ റെസ്പോൺസിനനുസരിച്ചായിരിക്കും നമ്മൾ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇപ്രാവശ്യത്തെ പരീക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്രട്ടേറിയറ്റ് OA അടിച്ചെടുക്കുകയല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയിൽ നിന്ന്, അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നിങ്ങൾക്കറിയാം? പറഞ്ഞോളൂ. ഇലക്ഷൻ കമ്മീഷൻ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. UPSC നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് SPSC, ഫിനാൻസ് കമ്മീഷൻ, അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ SC, അതുപോലെ തന്നെ ST, അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മീഷൻസ് ഉണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മുടെ CAG ഉണ്ട്, അറ്റോർണി ജനറൽ ഉണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വരുന്നതാണ് എന്ന് നിങ്ങൾക്കറിയാം. നമ്മളിവിടെ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ്, അതായത് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ ആദ്യം നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ആർട്ടിക്കിൾ 280 ആണ് ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഭരണഘടനയിൽ. ഈ ഒരു ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അങ്ങനെ പറഞ്ഞാൽ അർദ്ധ നീതിന്യായ സംവിധാനത്തിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ആരാണ് ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കുന്നത്? ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് സാധാരണയായിട്ട് 5 വർഷം കൂടുമ്പോഴാണ് ധനകാര്യ കമ്മീഷനെ പുതുതായിട്ട് രൂപീകരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു പോകേണ്ട ഒരു കാര്യമുണ്ട്. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ്? അത് അരവിന്ദ് പനഗരിയ എന്ന് പറയുന്ന ആളാണ്. നിങ്ങൾക്ക് പരിചിതനായ ഒരു വ്യക്തി തന്നെയാണ് അരവിന്ദ് പനഗരിയ. ഓക്കെ, അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ 16ാമത്തെ 16th ഫിനാൻസ് കമ്മീഷൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് PSC. ഇനിയും ചോദിക്കും ആരാണ്? അരവിന്ദ് പനഗരിയ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നീതി ആയോഗിൻ്റെ ആദ്യത്തെ അത് തന്നെ ആരാണ്? വൈസ് ചെയർമാൻ ആയിരുന്നു നമ്മുടെ അരവിന്ദ് പനഗരിയ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മീഷനിലെ അംഗങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു ഫിനാൻസ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? ഈ ഫിനാൻസ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് F'ലല്ലേ? 5ൻ്റെ FIയും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് 5 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. 5 പേരാണ് ആകെ ഉള്ളത്. അതിൽ തന്നെ ഒരു ചെയർമാനും പിന്നീട് 4 അംഗങ്ങൾ 4 മെമ്പേഴ്സും വേറെയുണ്ട്. അപ്പോൾ ധനകാര്യ കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. ഈ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റാണ് എന്നുള്ളതും കൂടി ഓർത്ത് വയ്ക്കുക. ഈ ധനകാര്യ കമ്മീഷൻ്റെയും ചെയർമാൻ്റെയും അംഗങ്ങളുടെയൊക്കെ യോഗ്യത തീരുമാനിക്കാൻ ഭരണഘടന അധികാരപ്പെടുത്തിയത് ഇന്ത്യൻ പാർലമെൻറ്റിനെയാണ്. ആരെയാണ്? ഇന്ത്യൻ പാർലമെൻറ്റിനെയാണ്. ഇനി നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഉണ്ട്, നമ്മൾ പറഞ്ഞു അല്ലേ? ഈ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ്റെ യോഗ്യത പാർലമെൻറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് അദ്ദേഹം പബ്ലിക് അഫയേഴ്സിൽ അതായത് പൊതുകാര്യങ്ങളിലൊക്കെ പ്രവൃത്തി പരിചയമുള്ളൊരു വ്യക്തിയാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെയർമാൻ്റെ പ്രവൃത്തി പരിചയം അതായത് പൊതുകാര്യങ്ങളിലെ പ്രവൃത്തി പരിചയമുള്ള ഒരാളെയാണ് കമ്മീഷൻ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള യോഗ്യതയായി നമ്മുടെ പാർലമെൻറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മറ്റ് 4 അംഗങ്ങളുണ്ടല്ലോ, അവരുടെ യോഗ്യത ഒന്ന് നോക്കിയാലോ. ഒരു ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആകാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരാൾ. മറ്റൊരാൾ ധനകാര്യ വിഷയങ്ങളിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ധനകാര്യ വിഷയങ്ങളിലും പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം.
പിന്നീട് പറയുന്ന വ്യക്തി പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും നല്ല പരിചയമുള്ള വ്യക്തിയായിരിക്കണം. 4ാമത്തെ ആൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. കമ്മീഷൻ്റെ പ്രധാന ചുമതലകളെ കുറിച്ചൊന്ന് പഠിക്കാം. പ്രധാന ചുമതല എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതിയുടെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട സഹായ ഗ്രാൻറ്റുകൾ, അതായത് ഗ്രാൻസ് ഇൻ എയ്ഡ്, ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഷുഡ് ഗവേൺ ദ ഗ്രാൻസ് ഇൻ എയ്ഡ് ടു ദ സ്റ്റേറ്റ്സ് ബൈ ദ സെൻറ്റർ, ദറ്റ് ഈസ് ഔട്ട് ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഗ്രാൻസ് ഇൻ എയ്ഡ്, സഹായ ഗ്രാൻറ്റുകളുടെ അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഇവർ ചുമതല നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകേണ്ട വീതത്തെക്കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് ദ മെഷേഴ്സ് നീഡഡ് ടു ഓഗ്മെൻറ്റ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് ടു സപ്ലിമെൻറ്റ് ദ റിസോഴ്സസ് ഓഫ് ദ പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി ഇൻ ദ സ്റ്റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. പിന്നീട് പറയുന്നത് ധനകാര്യ വിഷയങ്ങളിൽ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ നൽകുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഇവരുടെ ചുമതലയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ ധനകാര്യ കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് ചോദിക്കാറുണ്ട്. പ്രസിഡന്റിനാണ് ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? പ്രസിഡന്റ് എന്ത് ചെയ്യും? ഈ റിപ്പോർട്ട് കൊണ്ടുപോയിട്ട് പാർലമെന്റിൽ പ്രസിഡന്റാണ് പിന്നീട് സമർപ്പിക്കുന്നത്. അപ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 280 ആണ്. ആർട്ടിക്കിൾ 281 പറയുന്നത് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 281. പിന്നീട് നമുക്ക് നോക്കേണ്ട വേറൊരു കാര്യം, ഈ ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് എല്ലാം എന്താണ്? ഉപദേശ രൂപത്തിൽപ്പെട്ടതാണ്. അതായത് അഡ്വൈസറി റോള് മാത്രമേ ഉള്ളൂ. പ്രസ്തുത നിർദ്ദേശങ്ങൾക്കൊന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതായത് അത് പറയുന്നുണ്ട്, ഇറ്റ് മസ്റ്റ് ബി ക്ലാരിഫൈഡ് ഹിയർ ദാറ്റ് ദ റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ദ ഫിനാൻസ് കമ്മീഷൻ ആർ ഓൺലി ഓഫ് അഡ്വൈസറി നേച്ചറാണ്. ഇതാണ് ലക്ഷ്മികാന്തിൻ്റെ ബുക്കിൽ നിന്നാണ് നിങ്ങൾക്ക് ഫിനാൻസ് കമ്മീഷൻ്റെ ക്ലാസ്സുകൾ നമ്മൾ തരുന്നത്. ഇന്ത്യൻ പോളിറ്റിയുടെ അവസാന വാക്കാണ്, നിങ്ങൾക്കറിയാം അല്ലേ? അപ്പം ഈ ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് എല്ലാം അഡ്വൈസറി ആണ്. അതൊരിക്കലും എന്തല്ല, ഹെൻസ് നോട്ട് ബൈൻഡിങ് ഓൺ ദ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിന് നടപ്പിലാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ലാത്ത അഡ്വൈസറി ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ്, അഡ്വൈസറി ആണ് എന്ത് ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് എന്നും കൂടി നിങ്ങൾ ഓർക്കുക. പിന്നീട് ഒരു പോയിന്റും കൂടി ഓർത്തു വയ്ക്കുക, ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ KC നിയോഗി ആയിരുന്നു. ആരാണ്? KC നിയോഗി. 1951 അദ്ദേഹത്തെ നിയോഗിച്ചത് എന്നും കൂടി ഓർക്കുക. 16ാമത്തെ ആളെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അരവിന്ദ് പനഗരിയ. 15ാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ NK സിംഗ് ആണ് എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ചെയർമാൻ KC നിയോഗിയാണ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ആളെയും മൂന്നാമത്തെ ആളും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. രണ്ടാമത്തെ ആൾ K സന്താനമാണ്. പിന്നീട് മൂന്നാമത് വരുന്നത് AK ചന്ദ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. 4ാമത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ്? ഡോക്ടർ PV രാജ മണ്ണാർ. ആരാണ്? ഡോക്ടർ PV രാജ മണ്ണാറാണ് 4ാമത്തെ ആൾ. ഇനി 15ാമത്തെ ആൾ NK സിംഗ്, 16 അരവിന്ദ് പനഗരിയ. ഇനി കുറച്ച് കൂടെ തന്നെ നമുക്ക് നോക്കി പോകേണ്ട ഒന്നാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, അതായത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. 243I, അതുപോലെ തന്നെ 243Y, 243IY. ഓക്കെ അല്ലേ? ഇവരെ നിയമിക്കുന്നത് ആരായിരിക്കും? സംസ്ഥാനത്ത് ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഗവർണർ ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഈ കമ്മീഷൻ്റെ ഘടന, അതിലെ അംഗങ്ങളുടെ യോഗ്യതയൊക്കെ നിർണ്ണയിക്കുന്നത് സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭയാണ്. ഗവർണർക്കാണ് ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നുള്ളതും കൂടി ഓർക്കുക. ഈ റിപ്പോർട്ട് പിന്നീട് ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് പിന്നീട് ഗവർണറാണ് നമ്മുടെ കേരള സർക്കാരിന് സമർപ്പിക്കുന്നത്. ചുമതലകൾ എന്താണ്? സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുക, സംസ്ഥാന ഗവൺമെൻറ്റിനും പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കുമിടയിലുള്ള വരുമാന വിതരണം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെയും നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്, അതായത് മുനിസിപ്പാലിറ്റികളുടെയും ഇടയിലെ വരുമാന വിതരണം അവലോകനം ചെയ്യുന്നത് ഇവരാണ്. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്ന് ഇവർ ഉറപ്പുവരുത്തണം. പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ
രണ്ട് ആർട്ടിക്കിളൊന്ന് പഠിച്ചു വെക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 292, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 293. ഓക്കെ. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനെ പഠിച്ചു വെക്കണം. PM എബ്രഹാം. ആരാണ്? PM എബ്രഹാം ആണ്. ആറാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദാണ്. ഇവിടെയും കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. ആദ്യ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലയിൽ വന്നത് 1994 1994 ഏപ്രിൽ 23 1994 ഏപ്രിൽ 23. രാജിക്കത്ത് ഇവരെ സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കിതിൽ കൂടെ പഠിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഓടിച്ചു പോകാം. 2015 ജനുവരി മുതൽ 17 ഓഗസ്റ്റ് വരെ അദ്ദേഹം എന്തായിരുന്നു? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആയിരുന്നു. പിന്നീട് ഇന്ത്യയുടെ G20 ഷെർപ്പയായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ അരവിന്ദ് പനഗരിയയുടെ 2 പുസ്തകങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യ ദ എമർജിംഗ് ജയൻറ്റ് 2008 എഴുതിയതാണ്. അതുപോലെ തന്നെ വൈ ഗ്രോത്ത് മാറ്റേഴ്സ്, ജഗദീഷ് ഭഗവതിയുമായിട്ട് ചേർന്ന് എഴുതിയ വൈ ഗ്രോത്ത് മാറ്റേഴ്സ് എന്ന ബുക്കും അദ്ദേഹത്തിൻ്റെതാണ്. 2012 ഇന്ത്യ ഗവൺമെൻറ് പ്രൊഫസർ പനഗരിയയെ രാജ്യം ഏതൊരു മേഖലയിൽ നൽകുന്ന 3ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. 2012. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കും. ഇതാണ് നമ്മുടെ ഡോക്ടർ അരവിന്ദ് പനഗരിയ, ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. കുറേ പ്രാവശ്യം PQPS ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇനിയും ചോദിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഫിനാൻസ് കമ്മീഷനിലെ ചെയർമാനും മെമ്പേഴ്സിനൊക്കെ റീഅപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വ്യക്തികളാണ് ഇവർക്ക് റീഅപ്പോയിൻമെൻറ്റ് ഉണ്ടായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ തന്നിട്ടുള്ളതിൽ യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ്റെ നിന്നും പറഞ്ഞിട്ടുള്ളത് ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. ഫിനാൻസ് കമ്മീഷന് ഒരു ചെയർമാൻ ഉണ്ടാവും, അതുപോലെ തന്നെ 6 മെമ്പർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് സബ്മിറ്റ് റിപ്പോർട്ട് നീതി ആയോഗിനാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ് അല്ലേ? അതായത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റിലും എന്താണ്? ശരി ഉത്തരങ്ങളൊന്നുമില്ല. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, അത് നോക്കാം. യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 280 വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷന് ഒരു ചെയർമാനും 4 മെമ്പേഴ്സുമാണ് ഉള്ളത്. അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്. അടുത്തൊരു ചോദ്യമാണ് വിത്ത് റെഫറൻസ് ടു ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ചോദ്യം കാണാം. ഒന്ന്, ഫിനാൻസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറയുന്നു. ഫിനാൻസ് കമ്മീഷനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 280 പ്രകാരമാണെന്ന് പറയുന്നു. മൂന്നാമത്തത്, റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ദ ഫിനാൻസ് കമ്മീഷൻ ആർ ഓൺലി അഡ്വൈസറി ആണ് എന്ന് പറയുന്നു. നാലാമത്തത്, ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത് 1950 പറയുന്നു. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഉത്തരം ഏതാണ്? നിങ്ങളിപ്പോൾ പഠിച്ച ക്ലാസ് വെച്ച് നിങ്ങൾക്ക് തന്നെ സ്വയം ഉത്തരം കണ്ടെത്താൻ പറ്റും. ഉത്തരം കണ്ടെത്തി കഴിഞ്ഞെങ്കിൽ നമുക്ക് ശരിയായ ഉത്തരം നോക്കാം. ഉത്തരം ആൻസർ സി. 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ആർട്ടിക്കിൾ 250 പ്രകാരമാണ് ഇത് വന്നത്. അതുപോലെ തന്നെ ഇത് അഡ്വൈസറി ബോഡിയാണ്. ഫിനാൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത് ബോഡി ഇത് സ്റ്റാറ്റ്യൂട്ടറി ആണോ? അല്ല, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. നിയമം മൂലം വന്നതല്ല, ഭരണഘടനയിലുള്ള ഒരു ബോഡിയാണ്. ഭരണഘടന പ്രകാരം നിലയിൽ വന്നൊരു ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. 250 പ്രകാരമാണ് ഇത് നിലയിൽ വന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഓരോ 5 വർഷം കൂടുമ്പോൾ പ്രസിഡൻ്റാണ് ഇതിനെ നിയമിക്കുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ദ ഫിനാൻസ് കമ്മീഷൻ ആർ ഓൺലി അഡ്വൈസറി ആണ്. അതുകൊണ്ട് അത് ശരിയാണ്. ദ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ വാസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് KC നിയോഗി ആയിരുന്നു ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാന്. അത് 1952 ഏപ്രിൽ 6 വന്നത്. 15th ഫിനാൻസ് കമ്മീഷന് നമ്മൾ പറഞ്ഞു KC നിയോഗിയാണ്. ഇപ്പോൾ നിലവിൽ ആരുണ്ട്? 16ാമത് ഫിനാൻസ് കമ്മീഷൻ അരവിന്ദ് പനഗരിയ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അപ്പോൾ ആ കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം, താഴെ പറഞ്ഞിട്ടുള്ളതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോഡീസ് റെക്കമെൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രൊസീഡ് ഓഫ് ടാക്സ് ടു ബി ഷെയർഡ് ബിറ്റ്വീൻ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ അല്ലേ? നമ്മുടെ നേരത്തെ സെക്രട്ടേറിയറ്റ് ഓയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സ്റ്റേറ്റിൻ്റെയും സെൻറ്ററിൻ്റെയും ഇടയിൽ ഈ ടാക്സ് ഷെയർ ചെയ്യുന്നത്, അലോക്കേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്, ദ റെസ്പെക്റ്റീവ് ഷെയർസ് ഓഫ് സച്ച് പ്രൊസീഡ്സ് ആരാണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നിങ്ങളിവിടെ വായിച്ചു നോക്കുക. ഉത്തരം എന്താണ്? ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ആരാണ്? KC നിയോഗിയാണ് അല്ലേ? അത് നിങ്ങൾക്കറിയാം, UPSC ചോദ്യങ്ങളാണ്. ചോദ്യം നോക്കൂ. ആർട്ടിക്കിൾ 280 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം സിമ്പിൾ അല്ലേ? ഫിനാൻസ് കമ്മീഷൻ.
അടുത്തത്, ആരാണ് ഫിനാൻസ് കമ്മീഷനെ ഇന്ത്യയിൽ നിയമിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും വളരെ സിമ്പിളല്ലേ, ഉത്തരം പ്രസിഡന്റ് അല്ലേ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. തമിഴ്നാട് ത്രിപുര PSCയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഫിനാൻസ് കമ്മീഷൻ എത്ര വർഷം കഴിയുമ്പോഴാണ് നിയമിക്കുന്നത്? ഉത്തരം സിമ്പിളല്ലേ, 5 വർഷങ്ങൾ. 5 വർഷം തോറും ആണ്, 5 വർഷം കഴിയുമ്പോഴാണ് അടുത്ത ഫിനാൻസ് കമ്മീഷനെ നമ്മൾ നിയമിക്കുക. ഓക്കെ അല്ലേ, സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്. ടു റിവ്യൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് പഞ്ചായത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് കൺസ്റ്റിറ്റ്യൂട്ട് എവരി 5 ഇയർ. എന്താണ്, ഏത് കമ്മീഷനെയാണ് അവർ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? സിമ്പിളല്ലേ, ഫിനാൻസ് കമ്മീഷൻ. ഓപ്ഷൻ ഡി, 139 ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ റിവ്യൂ ചെയ്യുന്നു എന്ത്? ഫിനാൻഷ്യൽ പൊസിഷനോ പഞ്ചായത്തിൻ്റെ പൊസിഷൻ, സ്റ്റേറ്റിലുള്ള പഞ്ചായത്തുകളുടെ ഫിനാൻഷ്യൽ പൊസിഷനെ റിവ്യൂ ചെയ്യുന്നത് സ്റ്റേറ്റിലുള്ള ഫിനാൻസ് കമ്മീഷനായിരിക്കും. ഗവർണറാണ് അത് നിയമിക്കുന്നത്, 5 വർഷത്തേക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ആർട്ടിക്കിൾ. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഉത്തരം നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ, യെസ്, 243I പ്രകാരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ആർട്ടിക്കിൾ 243I പ്രകാരമാണ് നമ്മുടെ സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഓരോ 5 വർഷം കൂടുമ്പോഴും നിയമിക്കപ്പെടുന്നത്. ഗവർണറാണ് നിയമിക്കുന്നത് എന്ന് മനസ്സിലാക്കി. എന്തിനാണ്? ടു റിവ്യൂ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ പഞ്ചായത്തിൻ്റെ, അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ റിവ്യൂ ചെയ്യാനും റെക്കമെൻഡേഷൻസ് നൽകാനും വേണ്ടിയിട്ട് ഗവർണർക്ക്, ആ ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണർക്കാണ് ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതേപോലുള്ള ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യുക. മറ്റു വീഡിയോ കാണാം. താങ്ക് യു.